നമസ്കാരം STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ പിണ്ടിപ്പെരുന്നാൾ പ്രദക്ഷിണത്തിനിടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NRG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ കമ്മിറ്റി തൃപ്പയാറിൽ ധർണ നടത്തി. കാട്ടൂരിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ പിണ്ടിപ്പെരുന്നാൾ പ്രദക്ഷിണത്തിനിടയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. ഇരിങ്ങാലക്കുട കനാൽ പരിസരത്ത് താമസിക്കുന്ന തെക്കേത്തല ജിത്തുലാൽ എന്ന 19-കാരൻ, ചിതലൻ ബിജോ ബേബി എന്ന 21-കാരൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട CI R മധുവും സംഘവും അറസ്റ്റ് ചെയ്തത്. വടക്കേ വീട്ടിൽ വിപിൻ രാജിനെയാണ് ഇവർ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. പെരുന്നാൾ കാണാനെത്തിയ വിപിൻ രാജും കൂട്ടുകാരുമായും ജിത്തുലാലും സംഘവും വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് അടിപിടി ഉണ്ടാവുകയും ജിത്തുലാൽ കയ്യിലുണ്ടായിരുന്ന കഠാര ഉപയോഗിച്ച് വിപിൻ രാജിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. പരിക്കേറ്റ വിപിൻ രാജിനെ ആദ്യം സഹകരണ ആശുപത്രിയിലും പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അന്വേഷണ സംഘത്തിൽ ഇരിങ്ങാലക്കുട SI MJ ജിജോ, രതീഷ് അമ്പാടി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PC സുനിൽ, NK അനിൽകുമാർ, TU സുരേഷ്, അനിൽ തോപ്പിൽ എന്നിവരും ഉണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NRG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാറിൽ ധർണ നടത്തി. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, കേരള സർക്കാരുകൾ നീതി പാലിക്കുക, തൊഴിൽ വേതനം 350 ആക്കുക, APL BPL വേർതിരിവ് ഒഴിവാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. തൃപ്പയാർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണ നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും അവകാശികൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഭരണകക്ഷി ഇവിടെ രംഗത്ത് വന്നതാണ്. അവർ നിരന്തരമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അവരുടെ ഭരണം പോയി. അവരുടെ ഭരണം ഉണ്ടായിരുന്ന കാലത്തും അല്ലാത്ത കാലത്തും ഈ കൂലിയിലുണ്ടായ വ്യത്യാസം നേരത്തെ ശശി ഇവിടെ സൂചിപ്പിച്ചു. രണ്ട് സർക്കാരുകൾ, ഇടതുപക്ഷത്തിന് പിൻബലമുള്ള സർക്കാരും പിൻബലമില്ലാത്ത സർക്കാരും എങ്ങനെയാണ് ഇതിനോട് എന്ത് സമീപനമാണ് എടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയി. അധികാരത്തിൽ നിന്ന് വെറുതെ പോയതല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി പറഞ്ഞയച്ചതാണ്. അങ്ങനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി പറഞ്ഞേക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രതിപക്ഷമായിരുന്ന BJP ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളോട് പറഞ്ഞതാ. നമ്മളോട് പറഞ്ഞത് ഇതിനേക്കാൾ നല്ല സൗകര്യപൂർവമായ ജീവിതം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ പോവുകയാണ്. ഏരിയ കമ്മിറ്റി അംഗം ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA വിശ്വംഭരൻ, MC ശശിധരൻ, ശശികല ശ്രീവത്സൻ, PC ശശിധരൻ തുടങ്ങിയവരും സംസാരിച്ചു. കാട്ടൂരിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം സെക്രട്ടറിയും പ്രവാസി കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ഡൊമിനി ആലപ്പാട്ടിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കാലാവധി പൂർത്തിയാക്കിയ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള യാത്രയയപ്പ് ചടങ്ങ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സീരിയസ് ചെയർപേഴ്സണായിട്ട് ആദ്യം വന്നത് അവർ നമ്മുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ലാതെ തന്നെ അവർ താൽക്കാലികമായി മാറി നിന്നു. അതിനുശേഷം ഉൽപ്പലാശേച്ചി വന്നു. ഒരു സ്നേഹമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഉൽപ്പലാശേച്ചിയുടേതല്ലാത്ത കാരണം കൊണ്ട് ഉൽപ്പലാശേച്ചി കാണിച്ചൊരു മാന്യതയും മര്യാദയും ഉണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഞങ്ങളൊക്കെ ഉൽപ്പലാശേച്ചിയുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനവുമായി ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ സീരിയസ് ചെയർപേഴ്സണെ രാജിവെക്കണമെന്നൊന്നും ഒരു നിയമത്തിലും പറയണില്ല. പക്ഷെ അവർ അതിന് പുലർത്തിയ ഞാൻ പോലും അവരോട് നേരിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഇങ്ങനെ ഉണ്ടായപ്പോൾ അവർ രാജിവെക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്തിൻ്റെ വികാരപരമായ ഒരു മനസ്സിൽ തോന്നിയ കാര്യം അങ്ങനെയാണ്. പക്ഷെ അത് നമ്മൾ പോലും പറയാതെ തന്നെ അതിൽ വലിയ മാതൃക അല്ലെങ്കിൽ പുലർത്തേണ്ട ജനാധിപത്യത്തിലും ഇതിലൊക്കെ പുലർത്തേണ്ട വലിയ സദാചാരം. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി നിതിൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, VR വിജയൻ, MV വിമൽകുമാർ, C ശങ്കരനാരായണൻ, സത്യഭാമ ജയപാലൻ, MK മോഹനൻ, KP സുഗദാസ്, TK പ്രസാദ്, CDS ചെയർപേഴ്സൺ ഗീതാഞ്ജലി തിലകൻ, മഞ്ജു ശ്രീനിവാസൻ തുടങ്ങിയവരും സംസാരിച്ചു. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച പൊങ്കാല സമർപ്പണം ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി വടക്കേ സെറ്റ് ഉത്സവാഘോഷ കമ്മിറ്റി അന്നദാനവും നടത്തും. ഇടവേള.